എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ, നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സ്പിരിച്വൽ പാത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ നോർമലി നമ്മളുടെ വൈബ്രേഷൻ എനർജി ലെവൽ എന്ന് പറയുന്ന ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നിലകൊള്ളുന്ന ഒരു രീതിയിൽ, അപ്പോൾ നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടിനോടുള്ള നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാട് ഒക്കെ മാറുന്ന ഒരു ലെവലിലേക്ക് നമ്മളെ തന്നെ ഉയർത്തി നിർത്തി നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് അവെയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലുള്ള നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ലൈഫ് പോളിസി എന്നുള്ള രീതിയിൽ ഇക്കാര്യങ്ങൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റൊക്കെ ചിലപ്പോൾ നമ്മൾ എനർജി വൈസ് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഇതിനെക്കുറിച്ച് ഓവർത്തിങ്ക് ചെയ്യുക, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കാണുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു നല്ല സജഷൻസ്, പ്രോത്സാഹനം, നല്ല സ്നേഹം ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ സ്പിരിച്വൽ പാത്ത് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ജനിച്ചു വളർന്ന് വരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി നമുക്ക് ഹെവി പെയിൻ അല്ലെങ്കിൽ അത്തരത്തിൽ ട്രിഗറിങ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒരുപാട് നമ്മളുടെ എനർജി, സമയം, സ്നേഹം, പണം ഒക്കെ നമ്മൾ ഒഴുക്കി പക്ഷേ തിരിച്ചൊന്നും കിട്ടിയില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ലൈഫ് ലെസൺസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് രൂപാന്തരം വരുത്തി ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തിക്കൊണ്ട് നമ്മൾ ആ വേദനയിലൂടെ ആ ഒരു തീക്കനലിലൂടെയൊക്കെ ചവിട്ടി നടന്ന് നമ്മളെ തന്നെ ഒന്ന് പോസിറ്റീവാക്കി നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ ഉയർത്തി പ്രപഞ്ചശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് സ്പിരിച്വൽ പാത്തിലൂടെ സ്പിരിച്വൽ ജേർണിയിലൂടെയൊക്കെ സഞ്ചരിച്ച് അവർ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നിലകൊള്ളുന്ന വ്യക്തികൾ ഓരോരുത്തരും. അതിന് പ്രായം ഒരു കണക്കാക്കണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്നവരൊക്കെ അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ചാരിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു നിലപാട്. നമ്മുടെ മുമ്പിൽ ഒരു സഹായം, ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിലോ ഗൈഡൻസിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ആയിട്ട് ചെറിയ രീതിയിലൊക്കെ സഹായിക്കാനൊക്കെ നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി മുന്നിൽ വരുമ്പോൾ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്ന ആളുകളെന്ന് പറയുമ്പോൾ ദേ ആർ എ ഹീലർ ഓർ ആൻ എംപാത്ത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സുകൊണ്ട് അവരെ ഒന്ന് കേൾക്കാൻ, നമ്മളുടെ സമയം ഒരല്പം അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ്, നമുക്ക് മണി, ആ ഒരു പണം ഒക്കെ കൊടുക്കുന്ന രീതിയിൽ സഹായിക്കാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊന്നും മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പാടില്ല. അപ്പോൾ നമ്മളെ അവർ പ്രൈസ് ചെയ്യും അല്ലെങ്കിൽ അവർ സഹായം വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് വാനോളം പുകഴ്ത്തും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ തന്നെ പുകഴ്ത്തുന്ന രീതിയിൽ മറ്റുള്ളവരുടെ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ അത്തരത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. കാരണം കേൾക്കുന്ന ആളുകൾ എല്ലാവരും നല്ല ഇൻറ്റൻഷനോട് ശുദ്ധമായ രീതിയിൽ കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ആളുകളല്ല ചുറ്റിനും നിൽക്കുന്നത് കൊണ്ട് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാനും പിന്നെ ആ ഒരു രീതിയിലൊക്കെ നമ്മൾക്ക് സഹായങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ബ്ലെസ്സിങ്സും അബണ്ടൻസും ഒക്കെ നമുക്ക് കിട്ടുമ്പോഴേ നമുക്കതിൻ്റെ രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരെയും നമ്മൾ സഹായിക്കണോ എന്നുള്ളത് നമ്മളുടെ ഇൻഡ്യൂഷൻ ഷാർപ്പാക്കിക്കൊണ്ട് മുന്നിലൊരാൾ വരുമ്പോൾ, ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മളുടെ ഇൻഡ്യൂഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിനോട് ചോദിക്കുക, ഞാൻ എന്താണ് ഇവിടെ ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരുന്നെങ്കിൽ അത് ചെയ്യുക. അതിന് യൂണിവേഴ്സൽ ഫോഴ്സിനോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. ആ ഓപ്പർച്യൂണിറ്റി അതോടെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നടന്നു പോയേക്കുക. അല്ലാതെ ഇതിനെക്കുറിച്ച് നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാനോ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ അതൊരു വലിയ കാര്യമായിട്ട് പറയിക്കാനോ ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കാര്യം ചെയ്തതിലുള്ള പൂർണ്ണമായ മനസ്സമാധാനം, സന്തോഷം നമ്മൾക്ക് കിട്ടി. മറ്റുള്ളവർ അത് വെച്ച് ഡ്രെയിൻ ചെയ്യാത്ത രീതിയിൽ അതിനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു രീതിയിലങ്ങ് പോയി എന്നുള്ള രീതിയിൽ അടുത്ത കാര്യത്തിലേക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുന്ന ആളുകൾ ഞാൻ പറഞ്ഞു ഒരുപാട് ലൈഫ് ലെസൺസ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി പഴയ ഒരു ഓൾഡ് വെർഷനിലേക്ക്, ഒരു പഴയ രീതിയിലുള്ള എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇനി ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ഗോൾസ് അല്ലെങ്കിൽ ഡിസയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ സൈക്കിക് എബിലിറ്റീസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ജീവിതത്തിൽ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യണമെന്നൊക്കെയുള്ള നമ്മളുടെ ഡിസയേഴ്സ് കാണാം. അപ്പോൾ നമ്മളൊരു മൾട്ടി അല്ലെങ്കിൽ ഒരു സൂപ്പർ മാനിഫെസ്റ്റർ ഒക്കെ ആവുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് റിയാലിറ്റിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പറയുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തികളോടും, അതിൽ പേഴ്സണലായിട്ട് നമ്മളുടെ അടുത്ത് വളരെ വിശ്വാസമായിട്ട് നിൽക്കുന്ന ആളുകളോടാണെങ്കിൽ പോലും അതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം മറ്റു വ്യക്തികൾ എത്ര അടുത്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പിലാണെങ്കിലും അടുത്ത് നിൽക്കുന്ന നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകളാണെങ്കിലും അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ ചിലപ്പം വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ സൊസൈറ്റിയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് എല്ലാവരും ജീവിക്കുന്നത് പോലെ നമ്മളും ജീവിക്കണം, നമ്മൾ ആ ഒരു രീതിയിൽ ഒരു തലത്തിലേക്ക് മാത്രം നിന്നാൽ മതി, അതിൻ്റെ ഉയരങ്ങളിലേക്കൊന്നും പറക്കാനായിട്ട് അവർ അനുവദിക്കാത്ത രീതി അവരുടെ മനസ്സിൻ്റെ ഉള്ളിലും പക്ഷേ പുറമേ അങ്ങ് സ്നേഹത്തിൻ്റെ രീതിയിൽ ഷുഗർ കോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളുടെ അടുത്ത് ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് വളരെ വിശ്വാസം തോന്നിക്കൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം എനിക്കിങ്ങനെ അച്ചീവ് ചെയ്യണം, ഇത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത് ഇന്ന കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഹീലിംഗ് പഠിക്കണം, അല്ലെങ്കിൽ ടാരോട്ട് റീഡിങ് പഠിക്കണം, അന്ന് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ന്യൂമറോളജിയുടെ ആസ്ട്രോളജിയുടെ ഒക്കെ ഒരുപാട് പടവുകൾ ചവിട്ടി കയറണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡിയറസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പറയുമ്പോൾ അവർക്കറിയാം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഈശ്വരീയ ചൈതന്യം ഒരുപാട് ഉണ്ടായതുകൊണ്ട് അവർ വേറൊരു തലത്തിലേക്കൊക്കെ പോയാൽ ഇവരെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, നമ്മളുടെ അടുത്ത് നിൽക്കില്ല. അതുകൊണ്ട് പറയും ഇപ്പം അതിൻ്റെ സമയമൊന്നുമല്ല, ജീവിതമാണ്, സമൂഹത്തിനനുസരിച്ച് ജീവിക്കണം, അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ സമയമുണ്ട്, ഇപ്പോൾ ഒരുപാട് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് കരുതി നമ്മളുടെ ആഗ്രഹത്തിനെ ഒഴിച്ചു കളയാനുള്ള അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് ഇല്ലാതാക്കി കളയാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ ഗോൾസ് ഡിസയേഴ്സ് എല്ലാം പറയുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരീയ ചൈതന്യത്തിനോട് ഇത് പറയുക. അതിനു വേണ്ടിയിട്ടുള്ള ഡോർസ് എല്ലാം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സിനോട് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് അതിലേക്ക് നടന്ന് നീങ്ങിപ്പോവുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, ഒരുപാട് ആളുകൾ വരും, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ വരുമ്പോൾ മറ്റുള്ളവരോട് മോശപ്പെട്ട രീതിയിലുള്ള ഒരു വാക്ക് പോലും പറയാൻ നമ്മൾ ശ്രമിക്കരുത്. വേറെ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ നമ്മൾ മോശപ്പെട്ട രീതിയിൽ ആ ഒരു ഇമോഷൻസ് വളരെ ഹൈ ആകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ആങ്കർ അല്ലെങ്കിൽ അഗ്രഷൻ, അല്ലെങ്കിൽ നേരത്തെ എന്നോട് ഇവർ കരുതിക്കൂട്ടി കാര്യങ്ങൾ ചെയ്ത ആ ഒരു വൈരാഗ്യമൊക്കെ നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊന്നും നമ്മൾ അവരോട് ആ ഒരു രീതിയിൽ ബാഡ് വേർഡ്സ് ഒന്നും പറയാൻ പാടില്ല. കാരണം അപ്പം നമ്മളുടെ ഇമോഷൻ എന്ന് പറയുന്ന റോളർ കോസ്റ്റർ പോലെ ഇങ്ങനെ ഹെവി അല്ലെങ്കിൽ ലോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഹൈ ലോ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിനോടുള്ള ഒരു കണക്ഷൻ ഒക്കെ അങ്ങ് വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമ്മൾ ഒരു ഗ്രൗണ്ടഡ് എനർജിയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റി അതുപോലെ വരുന്നെങ്കിൽ പറ്റുമെങ്കിൽ അവിടെ നിന്ന് നടന്നു നീങ്ങി പോവുക. അല്ലെങ്കിൽ സൈലൻസ് അല്ലെങ്കിൽ മൗനം എന്ന് പറയുന്ന വളരെ വളരെ നല്ലൊരു മരുന്ന് അവിടെ നമ്മൾ പ്രയോഗിച്ചുകൊണ്ട് എനിക്കിവിടെ ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു മൗനിയായി നിൽക്കുക. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇതിൻ്റെ അടുത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾക്ക് സൂട്ട് ചെയ്യാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയാനോ നമ്മളുടെ വ്യൂസ് എല്ലാം തുറന്നു പറയാനോ അവിടെ നിൽക്കുന്ന ആളിനെ നമ്മളുടെ ഒരു രീതിയിൽ നമ്മളുടെ നിലപാടിലേക്ക് കൊണ്ടുവരാനോ ഒരു സമചിത്തമായിട്ട് ചിന്തിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഒരാളിനെയും നമ്മൾക്ക് നന്നാക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ രീതിയിലേക്ക് ആക്കിയെടുക്കാനോ കഴിയില്ല. അത് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പേഴ്സണലി ഒരാളിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ക്രിട്ടിസൈസിങ് ആയിട്ടുള്ള രീതിയിൽ, കാരണം സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആളുകൾക്ക് നമ്മളുടെ ആ ഒരു തേർഡ് ഐ ഓപ്പണിംഗ് ഒക്കെ കൊണ്ട് നമുക്ക് പല പല ഡയമെൻഷനിലുള്ള പല തരത്തിലുള്ള ഒരു ഡിവൈൻ ഫോഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പല ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയും
അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നോക്കി കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ എതിരെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾക്ക് നമ്മളെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവർ പറയും നിങ്ങൾ എന്തിനും മൂഢര, ഒരു സ്പിരിച്വൽ ജേർണി ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതമല്ലേ ഈ പാഴാക്കി കളയുന്നത്. സൊസൈറ്റിയൽ നോംസിനനുസരിച്ച് ഈ തരത്തിലുള്ള ആർഭാടങ്ങളും ആഘോഷങ്ങളും അല്ലെങ്കിൽ ബന്ധങ്ങളും ഒക്കെ ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് അത്തരത്തിലൊരു ജീവിതം കൊണ്ടുപോകാതെ ഇങ്ങനെ വേറെ എന്തോ ഒരു തലം അത് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന, ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അവരോട് ഒരു തരത്തിലും കയർക്കാനോ നമ്മളുടെ എനർജി റിലീസ് ചെയ്യാനോ ഒന്നും പോകരുത്. അതാണ് നമ്മളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ പവർ എന്ന് പറയുന്നത്. ഏതൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. എന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മളെ ഒരിക്കലും നമുക്ക് സൂട്ട് ചെയ്യുന്നില്ല, നമുക്ക് തന്നെ നമ്മളുടെ ആ ഒരു ബാലൻസ് കൺട്രോളോടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്നെങ്കിൽ നമ്മളുടെ ഫോക്കസ് വിഡ്രോ ചെയ്തുകൊണ്ട് അവിടുന്ന് നടന്ന് നീങ്ങി മാറിപ്പോയേക്കുക. ഇനി ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ് അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ മുകളിലുള്ള ആ ഒരു നമ്മളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൻ്റെ മുകളിൽ അവരെ നമുക്ക് വേണം അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതിയെല്ലാം മാറ്റിക്കൊണ്ട് എല്ലാ ക്രിയേഷനും ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ഒരു ക്രിയേഷനാണെന്നും എല്ലാ ചരാചരങ്ങളും സുപ്രീം പേരൻ്റ് എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയാണെന്നും അപ്പോൾ ഓരോ ക്രിയേഷനും അതിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിൽ നിന്നും ആരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മളുടെ ആയിട്ടുള്ള നിലപാടിൽ നിന്നുകൊണ്ട് നമ്മളൊരു ചേസർ മോഡിലേക്ക് പോകാതെ നമ്മളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചശക്തിയിലേക്ക് കൊടുക്കുകയും ആ ഒരു പ്രപഞ്ചശക്തി അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ നിമിഷവും ആ ഒരു പ്രപഞ്ചശക്തിയോട് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് എൻ്റെ മുന്നിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു പവർഫുൾനെസ്സും അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശകിരണങ്ങളുടെ ഒരു വൈബൊക്കെ കൊണ്ട് നമ്മളുടെ ചുറ്റിന് നിൽക്കുന്ന രീതിയിൽ ഹീലാവേണ്ടവരും അല്ലെങ്കിൽ മാറണമെന്ന് വിചാരിക്കുന്ന ആളുകളെയൊക്കെ യൂണിവേഴ്സൽ ഫോഴ്സ് അത് മാറ്റിക്കോളും. അതൊന്നും നമ്മുടെ കയ്യിലല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നിനും ഒരു എക്സ്പെക്റ്റേഷനും കൊടുക്കാതെ നമ്മൾ ജീവിച്ചു പോവുക. കാരണം എക്സ്പെക്റ്റേഷൻസ് എവിടെ കൊടുക്കുന്നോ ആ ഒരു എക്സ്പെക്റ്റേഷൻസിൽ മറ്റുള്ളവർ നമ്മളുടെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാത്തൊരു സാഹചര്യമാകുമ്പോൾ അതൊക്കെ നമുക്ക് ഓവർ പെയിൻ അല്ലെങ്കിൽ പ്രഷർ, ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെയാണ് തരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു എല്ലാ പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ ജേർണി വളരെ പീസ്ഫുള്ളാവും. അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ഗിഫ്റ്റ് എപ്പോഴും വളരെ പ്രിസർവ് ആയിരിക്കും. നിങ്ങൾക്ക് ആപ്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കേണ്ട വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാത്രം ആ ഒരു പ്രപഞ്ചശക്തി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തരുന്ന രീതിയിൽ മിറാക്കിൾസ് മാജിക്സ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്ലേസ് ചെയ്യും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം വലിയൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് എത്രത്തോളം നമ്മൾ ഹൈ വൈബ്രേഷനിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഓറ പവർഫുൾ ആണെന്ന് അറിയത്തില്ലെങ്കിലും നമ്മളൊരു സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റിനുള്ള പല ആളുകൾക്കും അത് വളരെയധികം ആ ഒരു എനർജി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ സക്സസ് ഒക്കെ ചെറുതും വലുതുമായിട്ടൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പാടിയും പറഞ്ഞും ബൂസ്റ്റ് ചെയ്തും മോട്ടിവേറ്റ് ചെയ്തും ഒക്കെ നമ്മളെ തന്നെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ട് നടക്കാൻ പാടില്ല. കാരണം മോണിറ്ററിങ് സ്പിരിറ്റ് എന്ന് പറയുന്ന പലതരത്തിലുള്ള എനർജിയുള്ള അല്ലെങ്കിൽ ബാഡ് എനർജി, ഡബിൾ എനർജി ഒക്കെ ഉള്ള ആളുകൾ നമ്മളുടെ ചുറ്റിനുണ്ടായതുകൊണ്ട് മോണിറ്ററിങ് സ്പിരിറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ അത്തരത്തിലൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റൊക്കെ ഇല്ലാതായി പോകാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡബിൾ എനർജി അല്ലെങ്കിൽ ഒരു ഡാർക്ക് എനർജിയൊക്കെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ നമ്മളെ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ നമ്മൾ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് പൊസിഷനിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വന്ന് വീഴുകയും ഒക്കെ ചെയ്ത് നമ്മളൊന്ന് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നത് കൊണ്ട് ഇത്തരത്തിൽ എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള സക്സസ് ആണെങ്കിലും ഇനി നെഗറ്റിവിറ്റി ആണെങ്കിലും ഒന്നും ആരുമായിട്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല.
കാരണം വാട്ട് ഈസ് മെന്റ് ഫോർ യു ഇറ്റ്സ് ഫോർ യു. അപ്പോൾ നമ്മളൊരു കൺഫ്യൂസിങ് സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിലും ആ ഒരു പ്രപഞ്ചശക്തി അവിടെ നിന്ന് നമ്മൾ നീങ്ങിപ്പോകാനുള്ള ഗൈഡൻസ് ഏതെങ്കിലും രീതിയിൽ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ റാൻഡമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വീഡിയോ പോലെയോ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് തരും, നിങ്ങൾ അവിടെ നിന്ന് പുഷ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് മൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം യൂണിവേഴ്സൽ ഫോഴ്സ് എല്ലാ വ്യക്തികളെയും വാച്ച് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു വിജയങ്ങളൊന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവെന്ന് പറയുന്ന ഒന്ന് കഴിഞ്ഞ എത്രയോ ജന്മങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം കൊണ്ട് നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ കഴിഞ്ഞൊരുക്ക ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്നൊന്നും അറിയത്തില്ലെങ്കിലും ഈ ഒരു ലൈഫ് ടൈമിൽ ഞാനിപ്പോൾ പ്രസൻ്റ്ലി എന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി എല്ലാം വളരെ ശുദ്ധമായി വളരെ സ്റ്റേബിളായി വളരെ പീസ്ഫുള്ളായി വളരെ ഗ്രൗണ്ടഡായി ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഒരു പ്രപഞ്ചശക്തിയാണ്. അപ്പോൾ പ്രപഞ്ചശക്തിയുടെ മുന്നിൽ ഞാൻ വെറും ഒരു ഉപകരണം, ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു മെഷീനാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളിലൂടെ ആ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചുറ്റിനും ഡബിൾ എനർജി ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ പ്രവഹിക്കുമ്പോൾ നമ്മളെന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്ന ഓരോ വ്യക്തിയിലൂടെയും ആ ഒരു പ്രപഞ്ചശക്തി നമ്മളെ ഒരു മെഷീനാക്കിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണുക ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയാണ് എല്ലാം, അല്ലെങ്കിൽ ഡബിൾ എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജി ഒന്നും ചെയ്യുന്നില്ല, അപ്പോഴത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നെങ്കിലും അടുത്ത നിമിഷം ഒരു തോൽവി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം ആണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുത്തിക്കൊണ്ട് നമ്മളെ യൂണിവേഴ്സൽ ഫോഴ്സ് ഒരു മെഷീനായോ ഒരു ഉപകരണമായിട്ടോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാതെ ഞാനെന്ന് പറയുന്ന ഈ ശരീരമോ അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന എല്ലാം ഒരു ബിഗ് സീറോ ആണെന്നോ അതിലേക്ക് ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിലേക്ക് വളരെയധികം സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് വളരെ ഹമ്പിളായിട്ട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾക്ക് എന്ത് കിട്ടിയാലും എന്ത് നഷ്ടപ്പെട്ടാലും അതെല്ലാം എൻ്റെ അടുത്ത നിമിഷത്തിലേക്കുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു ന്യൂട്രൽ മോഡിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഒരുപാട് പേർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർ പറയും അവർക്ക് വേദന തോന്നുമ്പോൾ ആശ്വസിപ്പിക്കാൻ വരുന്നവരെ എല്ലാവർക്കും വളരെയധികം മതിപ്പാണ്. അപ്പോൾ അവർ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പുകഴ്ത്തുമ്പോൾ നമുക്ക് അഹങ്കാരം എന്ന് പറയുന്നതൊന്നും വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ വെറും ഒരു ഉപകരണമാണ്, എന്നിലൂടെ യൂണിവേഴ്സൽ ഫോഴ്സ് ഇങ്ങനെ ഗൈഡൻസ് പറയാൻ പറയിക്കുന്നു, അത് ഞാൻ ചെയ്യുന്നു, അത്രത്തോളമേ ഉള്ളെന്ന് കരുതി നമ്മളെപ്പോഴും വളരെ ഹമ്പിളായിട്ടിരിക്കുക. പിന്നെ ഒരു കാര്യം സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുന്ന ആളുകൾ മറ്റുള്ളവരിലേക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഞാൻ വളരെ സ്പിരിച്വലായിട്ട് ആ ഒരു ജേർണിയിലൂടെയൊക്കെ പോകുന്നു. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഡയറ്റ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ജീവിത ശൈലി ഒക്കെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് ത്യജിക്കേണ്ടി വരും. അതിലെനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ചുറ്റിനും നിൽക്കുന്ന ആളുകളെ എനിക്ക് ആരെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ബന്ധം സ്ഥാപിച്ച് നിൽക്കുന്ന ആളുകളെയും അതേ രീതിയിൽ കൊണ്ടുവരണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലൈഫ് പർപ്പസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അതുപോലെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സിൽ വിശ്വാസമുണ്ടോ, സിൻക്രോണിസിറ്റിയിൽ വിശ്വാസമുണ്ടോ, യൂണിവേഴ്സ് എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ഇരുന്നിങ്ങനെ ബ്ലാ 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 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യമാണെന്ന് മാത്രമല്ല ഇവരെന്തൊരു ജീവിതമായി നയിക്കുന്നത്, എന്നിട്ട് ഒന്നും പൊട്ടും പൊടിയും ഒന്നും അല്ലെങ്കിൽ സത്യം അല്ലെന്നുള്ള രീതിയിൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ബ്ലെയിം ചെയ്യുകയും ഉള്ളിൽ പറയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് മറ്റാരെയും നമ്മളുടെ ഈ ജേർണിയിലേക്ക് കമ്പൽ ചെയ്യാൻ പാടില്ല. നമ്മളുടെ ജീവിതം സത്യമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുന്നിൽ വരുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ യൂണിവേഴ്സൽ ഫോഴ്സിനോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ചെയ്ത് പോവുക. അത് അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്തൊക്കെയായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചാലും നമ്മൾ അവരോട് ഒന്നും പറയാതെ ഒരു മൗന രൂപത്തിൽ അങ്ങ് പോയാൽ മതി. കാരണം നമ്മളെ ബ്ലെയിം ചെയ്യുന്ന ആളുകളോടും അല്ലെങ്കിൽ നമ്മളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾക്കുമൊക്കെ യൂണിവേഴ്സൽ ഫോഴ്സ് ആ ജസ്റ്റിസ് എന്ന് പറയുന്ന അവർ ചെയ്ത കർമ്മയുടെ ഫലം അവർക്ക് കൊടുത്തോളും. അപ്പം നമ്മൾ അവരോടൊക്കെ ഉള്ള ദേഷ്യം കൊണ്ട് നമ്മൾ ബാഡ് കർമാസ് ചെയ്യാൻ പാടില്ല.
അപ്പോൾ വളരെ ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് ചുറ്റിനുള്ള ആളുകളെ ഒന്നും നമ്മളുടെ ആ ഒരു ജേർണിയിലേക്ക് പിടിച്ചു വലിച്ചിടാതെ ഈ ഒരു ജന്മത്തിൽ എനിക്ക് കിട്ടിയ വലിയ അറിവുകൾ, പ്രപഞ്ചശക്തി എന്താണെന്നുള്ള തിരിച്ചറിവ്, അതിലൊക്കെ കൊണ്ട് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് എന്നാൽ പറ്റുന്ന കാര്യങ്ങൾ, എൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു പോകുന്നു എന്നല്ലാതെ മറ്റുള്ളവരെ ഇതിലേക്ക് കമ്പൽ ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റിനും എന്ന് പറയുമ്പോൾ ഒരു ഹിമാലയത്തിലൊക്കെ പോയി ഒറ്റയ്ക്കിരുന്ന് തപസ് ചെയ്യുന്നത് പോലെ നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമായിട്ട് സൊസൈറ്റിയൊക്കെ വിട്ട് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ വിട്ടൊന്നും സ്പിരിച്വൽ പാത്തിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്തുകൊണ്ട് പോകേണ്ടതെന്ന് ചോദിച്ചാൽ, അത് ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും. അപ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിനെ ഓർത്തുകൊണ്ട് അതിൽ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഇതെനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, അതിന് പ്രപഞ്ചശക്തി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പോൾ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്നും നമ്മളെ ഒരു പിടി കൊടുക്കാതെ യു ആർ അൺസ്റ്റോപ്പബിൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ എനർജി കൊടുക്കാതെ അധിക നേരം അവരോട് സംസാരിക്കാതെ ഒക്കെ നമ്മളിങ്ങനെ ഒരു ഐസൊലേറ്റഡ് മൂഡിലേക്കൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഗോസിപ്സ് പറയും, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ വേറെ പലരെയും കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ വരുന്ന സമയത്ത് കാര്യങ്ങളിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോകണ്ട, കാര്യങ്ങളിലൊന്നും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. കാരണം നമ്മളെക്കുറിച്ച് ഗോസിപ്സ് പറയുന്നെങ്കിൽ അത് അവരുടെ അബദ്ധ ധാരണകളാണ്, ഒന്നും സത്യമല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റിവിറ്റി കയറുകയും അതുമാത്രമല്ല അതൊരു ബാഡ് കർമ്മയായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നതാണ്. ആര് നന്നാവാനും ആര് നശിക്കാനും അവർ നേരത്തെ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് ആ ഒരു സൈക്കിളിൽ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് അവർ ചെയ്യുന്നതിൻ്റെത് അവർക്ക് കിട്ടും. നല്ലത് ചെയ്താൽ നല്ലതുപോലെ, ചീത്ത ചെയ്താൽ ചീത്ത പോലെ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഗോസിപ്സോ അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും നമ്മളുടെ എനർജി ഫോക്കസ് ചെയ്യാതെ എപ്പോഴും വളരെ പീസ്ഫുള്ളായി വളരെ പേഷ്യൻ്റായിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് നമ്മളുടെ ഇൻഡ്യൂഷൻ വളരെ ഷാർപ്പാക്കി വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിച്ചു പോവുക. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ ഈ പർട്ടിക്കുലർലി സ്പിരിച്വൽ പാത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികൾക്കും ഒരുപാട് തീക്കനലിലൂടെ ചവിട്ടി നടന്നിട്ടായിരിക്കും. കാരണം അവർക്ക് അതിൻ്റെ ആ ഒരു ചൂടും വേവും എന്താണെന്ന് അറിയാം. ഒരു സ്പിരിച്വൽ പാത്തിൽ കൂടെ വന്ന് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര തിക്തമായിട്ടുള്ള ഒരു അനുഭവം മുന്നിൽ പിന്നെ വന്നാലും അവർ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടും. കാരണം അവർ ഒരുപാട് പെയിൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നേരത്തെ നമ്മളോട് ആ ഒരു രീതിയിൽ നമ്മളെ നഷ്ടപ്പെടുത്തിയവർ, കുറ്റപ്പെടുത്തിയവർ, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിച്ച് കളഞ്ഞവർ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളഞ്ഞവർ, അങ്ങനത്തെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് എല്ലാം നമ്മൾ വളരെയധികം ഹീലായി, നമ്മളുടെ ഹാർട്ട് സ്പേസ് വളരെ ലൈറ്റ് വെയിറ്റായി ഒരു അപ്പൂപ്പൻ താടിയൊക്കെ പോലെ ആവുന്ന ഒരു നിലപാടിൽ നിൽക്കുന്നെങ്കിലും പിന്നെയും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ വ്യക്തികളൊക്കെ നിങ്ങളുടെ മുന്നിൽ കറങ്ങി തിരിഞ്ഞു വരുന്നത് ഒരു യൂണിവേഴ്സൽ ടെസ്റ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊന്നും ഒരു ദേഷ്യവും പാടില്ല. എപ്പോഴും ഒരു ഫൊർഗീവ്നെസ് അവർക്ക് കൊടുക്കുക. എന്ത് മോശപ്പെട്ട കാര്യം അവർ പറഞ്ഞാലും അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇതിൽ നിന്നൊരു തിരിച്ചറിവ് കിട്ടി ഉയർന്നു നിൽക്കുന്നു. അവർക്ക് ആ ഒരു തിരിച്ചറിവൊന്നും ഇതുവരെയും കിട്ടിയില്ല. ചിലപ്പോൾ പേരൻസ് ആവാം, ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ മക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, ആരായാലും ശരി. മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് ആ ഒരു ലൈഫ് ലെസൺ തിരിച്ചറിവ് കിട്ടിയില്ല. അവരെപ്പോഴും ആ ഒരു ലോ വൈബിൽ നിൽക്കുന്നു. എനിക്ക് അത്രയും തിരിച്ചറിവ് കിട്ടി, ഞാൻ ഹൈ വൈബിൽ നിൽക്കുന്നു, അത് പ്രപഞ്ചശക്തി എനിക്ക് തന്ന വലിയ ബ്ലെസ്സിങ്സ് ആയതുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി കഴിയുമ്പോൾ പ്രപഞ്ചശക്തിയോട്, ആ പറഞ്ഞ വ്യക്തിയോട്, ചെയ്ത കർമ്മത്തിന്, പ്രവൃത്തിയോട് ക്ഷമ കൊടുത്തിരിക്കുന്നു, പൂർണ്ണ മനസ്സോടെ ക്ഷമ കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നപ്പോൾ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ മുമ്പിൽ ഞാൻ അത്രയും എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഉയർത്തി, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനായി ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഫൊർഗീവ്നെസ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും ഒരു സ്റ്റാഗ്നന്റ് പൊസിഷനിലേക്ക് നിന്നു പോവുകയോ വീണു പോവുകയോ മറ്റുള്ളവരുടെ ബാഡായി അല്ലെങ്കിൽ ഡാർക്ക് എനർജി ഒന്നും നമ്മളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ എപ്പോഴും ഒരു ചോസൺ വൺ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് നമുക്ക് എപ്പോഴും നിലകൊള്ളാൻ സാധിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
പ്രപഞ്ചശക്തിയുടെ പാദങ്ങളിൽ നമ്മളെ അങ്ങ് അർപ്പിച്ചാൽ, പ്രപഞ്ചശക്തി എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും അധിപതി ആയിട്ടുള്ള ആ ഒരു ആദിപരാശക്തിയായിട്ടുള്ള മദർ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ശക്തിയാണ്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു പാദങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു സോളിന് പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം ഒരിക്കലും അതൊരു ഫെയിലുവറിലേക്ക് ആ ഒരു ജീവിതം പോവില്ല. അപ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി ആയിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോഴും ഓർക്കുക, ഇവിടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മാറ്റം വരുത്തണം. അല്ലെങ്കിൽ നമുക്ക് ഒരു ലൈഫ് ലെസൺ തന്നതാണ്, അല്ലെങ്കിൽ റിമൈൻഡർ പോലെ ഇത്തിരി ഒന്ന് മാറ്റി പിടിച്ച് പോകുന്ന പാതയൊന്ന് മാറി തിരിഞ്ഞ് സഞ്ചരിച്ച് പോവുക എന്നൊക്കെയുള്ളൊരു ഗൈഡൻസ് തന്ന് എപ്പോഴും നമ്മളുടെ ആ ഒരു ഡിവൈൻ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ടത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ആ സമയം പോലെ കിട്ടും. അതെല്ലാം ആ ഒരു പ്രപഞ്ചശക്തി നമ്മളെ നോക്കിക്കാണുന്നുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോൾ പോലും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നോക്കിക്കണ്ട് ജീവിച്ചു പോവുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.